ഇപ്പൊ നമ്മള് ചുമ്മാ പോകണമെങ്കിൽ നല്ല മഴയത്ത് ചിലർക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നും. അത് പ്രത്യേകിച്ച് അതൊരു ആഗ്രഹമാണ്. അല്ലാതെ അതിന് എന്ത് കിട്ടുമോ എന്താതൊന്നുമില്ല, സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരുന്നാൽ മതി ലൈഫ്. ഞാൻ ബിഗ് ബോസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിന് ഇനി പൊങ്ങോ താഴോന്നൊന്നും ഞാൻ നോക്കുന്നില്ല. എനിക്കത് വേണം, അതെനിക്ക് കിട്ടിയാൽ കൊള്ളാം, കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ നിന്ന് ഇനി ഫ്യൂച്ചറിൽ എന്ത്, ഇതിൽ നിന്ന് ഇനി എന്റെ ലൈഫ് പോകും, അതൊന്നുമില്ല. ഈ പ്ലാറ്റ്ഫോം വെച്ചിട്ട് നന്നാവാനേ പറ്റും. അത് നമ്മളനുസരിച്ചിരിക്കും, നമ്മൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു അതുപോലെ ഇരിക്കും ഈ സാധനം. എക്സിക്യൂഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട്. പക്ഷെ ഒരുപാട് ഇതുപോലെ നെഗറ്റീവ് കമന്റ്സ് കൊണ്ടിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ. ആര്? ഞാൻ തുടങ്ങിയ മുതൽ നെഗറ്റീവ്. അതുകൊണ്ട് നെഗറ്റീവ് കമന്റ് എങ്ങനെ വന്നാലും ഒരു മൈൻഡും ഇല്ല അല്ലേ? പിന്നെ ഞാൻ തന്നെ ബാക്കിയുള്ളവരെ കണ്ടന്റ് വിറ്റാ ജീവിക്കുന്നത്. ഞാൻ അതിനകത്ത് കയറിയാലും അവരെ കണ്ടന്റ് എടുത്ത് വെക്കും. അതിന്റെ ഉള്ളിൽ കയറിയിട്ടും കണ്ടന്റ് എടുത്ത് വെക്കും. അത് വേറെ വഴിയില്ലല്ലോ. ഓരോ കണ്ടസ്റ്റന്റ് വായന്ന് എന്ത് വരുന്നോ എടുത്തിട്ട് അലക്കണം, അല്ല വേറെ വഴിയില്ല. ഗബ്രികളുടെ എഗെയിൻസ്റ്റ് നിൽക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഗബ്രികളുടെ എഗെയിൻസ്റ്റ് നിൽക്കാന്ന് പറഞ്ഞാൽ ശരിക്ക് അവരെന്താന്നുള്ളത് ആദ്യം മനസ്സിലാവുന്നില്ല. അല്ല, അതായത് പ്രേക്ഷകൻ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ അവരെന്താന്നുള്ളത് മനസ്സിലാക്കാൻ ലേശം പാടാണ്. ഒരു മെജോറിറ്റി ആളുകൾക്കും ഇപ്പോഴും അത് എന്താന്ന് മനസ്സിലായില്ല. പക്ഷെ ഒരു ബിഗ് ബോസ് റിവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നൂലോ. എനിക്ക് തോന്നിയത് ഡ്രാമയാണ്, പക്ക ഡ്രാമയാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനത് പൊട്ടിക്കും. അത് ഉറപ്പാണ്. ഞാൻ അതിന് ശ്രമിക്കെങ്കിലും ചെയ്യും. പൊട്ടിക്കാൻ നോക്കും. മെയിൻ ആയിട്ട് ഫസ്റ്റ് തന്നെ അങ്ങനല്ലേ ഉദ്ദേശിച്ചത്? അപ്പൊ അവര് ഫസ്റ്റ് തന്നെ കേറിയിട്ട് ലിസ്റ്റിൽ എവിടെയും ഉണ്ട് അവര് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ ഹിറ്റ് ചെയ്യണം തോന്നുന്ന ഒരാളാരാ? അങ്ങനെ പറയാൻ പറ്റില്ല. കണ്ണിൽ ആര് കാണുന്നു എന്ന് നടക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വൈൽഡ് കാർഡാണ് കയറുന്നത്. അവരും പ്രിപ്പയർഡാണ്, ഞാനും പ്രിപ്പയർഡാണ്. കയറുന്ന വഴിക്ക് തന്നെ അവരിങ്ങോട്ട് ഇട്ട് കുത്തിയാ ആദ്യം കിട്ടണമെന്നല്ലേ ചെയ്യാൻ പറ്റും. ആദ്യം ആര് പറയുന്നു അവരെ ഇതാക്കാൻ പറ്റും. അത് ഞാൻ അവരെ ഓക്കെ ഈ മാറിയിരിക്കും, ഞാൻ മറ്റവരെ പോയി രണ്ടെണ്ണം പറഞ്ഞിട്ട് വരാം. അതില്ല, കയ്യിൽ കിട്ടുന്നവരൊക്കെ ഇട്ട് ഞാൻ കയറുന്നത് എനിക്ക് സ്പേസ് ഉണ്ടാക്കാനാണ്. ആ സ്പേസ് ഉണ്ടാക്കുന്നത് വരെ ഞാൻ മുട്ടിക്കൊണ്ടിരിക്കും. സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് സെറ്റിൽ ആവും. കയ്യില് കിട്ടുന്ന ആൾക്കാരെ നേരിട്ട് ഒരു ഫൈറ്റിന് റെഡി ആയിട്ട് തന്നെയാണ് സായി പോണത്. എന്തായാലും അതിനകത്ത് ഫൈറ്റ് ചെയ്താലേ പറ്റൂ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല. പക്ഷെ ഈ ഒരു സീസണിൽ ഫൈറ്റ് ഭയങ്കര കൂടുതലാണ്, എന്റർടൈൻമെന്റ് ഭയങ്കര കുറവാണെന്ന് തോന്നുന്നുണ്ടോ? അത് ഇവരെ എവിടേക്കോ ഇത് എല്ലാ സീസണും കണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അതല്ലാതെയും കളിക്കുന്ന ഗെയിമേഴ്സ് അതിലുണ്ട്. അത് ഇവരാരും മൈൻഡ് ചെയ്യുന്നില്ല. ആർത്ത് വിളിച്ച് ഒച്ചുണ്ടാക്കി ഇടിച്ചു കുത്തിയവരൊക്കെ പുറത്തുപോയി. മിണ്ടാതിരുന്നവരൊക്കെ എപ്പോഴും വീട്ടിനകത്തുണ്ട്. അവർ ഈ മിണ്ടാതിരുന്നുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകും. പക്ഷെ ഒരു സെർട്ടൺ സ്റ്റേജിൽ അത് ബ്രേക്ക് ആവും. പക്ഷെ ആ ബ്രേക്കിംഗ് പോയിന്റ് എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡ് കയറുമ്പോഴായിരിക്കാം മേ ബി ആ ബ്രേക്കിംഗ് പോയിന്റ് വരിക. പക്ഷെ ഇങ്ങനെ എപ്പോഴും സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഗെയിം മുന്നോട്ട് പോകുന്നൊരു നല്ല കാര്യമാണോ? ആക്ച്വലി ചിലവര് ഇതേപോലെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. കഴിഞ്ഞ സീസണിൽ റിനോഷ് എന്ന് പറഞ്ഞ പ്ലെയറെ ഞാൻ പ്രത്യേകിച്ച് റിനോഷ് എന്തെങ്കിലും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. 100 ക്യാമറയിൽ 101ാമത്തെ ക്യാമറ ആയിട്ടാണ് ഞാൻ ആദ്യം റിവ്യൂല് പറഞ്ഞത്.